ഇതാണ് ഞാൻ പറഞ്ഞ മെമ്പർ ജോസാണ്. ഇന്നത്തെ ഓ മൈ ഗോഡ് എപ്പിസോഡ് ലഹരിക്കടിമയായ പെൺകുട്ടിയുടെ വിഷയമാണ് അവതരിപ്പിക്കുന്നത്. പെൺകുട്ടിയെ സംസാരിച്ച് നേർവഴിക്ക് നടത്താൻ ഒരു പഞ്ചായത്ത് മെമ്പറെ കൊണ്ടുവരികയാണ്. മെമ്പർ ഈ വിഷയത്തിൽ ഇടപെടുമ്പോൾ സംഭവിക്കാൻ പോകുന്ന പ്രാങ്ക് എന്താണെന്ന് നോക്കാം. ഞാൻ ഇങ്ങനെ കുറച്ച് പറഞ്ഞു, ചേട്ടൻ പറ. അത് ചേച്ചി നമ്മളെ ഇവിടെ ഞാൻ ഇവിടെ ഇല്ല, ഞാൻ 6 വർഷം പുറത്തായിരുന്നു. ഇപ്പോൾ ഇവിടെ പ്രശ്നം കൊണ്ടാണ് പോകുന്നത്. ഇപ്പോൾ പിന്നെ ഒരു കോൺട്രാക്ട് വർക്കൊക്കെ എടുത്ത് ഇവിടെയൊക്കെ ജോലി ചെയ്യുന്നു. ഇപ്പോൾ ഇവള് ഒരു ചെറിയ സ്ഥാപനത്തിൽ ജോലിക്ക് കൊണ്ടിരുന്നു. അനിയത്തിൽ ഇവിടെ കൊല്ലത്താണ്, കരുനാഗപ്പള്ളി. അപ്പോൾ അവിടെ നിർത്തിയിരുന്നു. അപ്പോൾ അവളെ വീട്ടിൽ സൗകര്യമില്ലാത്തതിന് ഒരു കോൺവെൻറ്റ് നിർത്തിയിരുന്നു പഠിക്കും. അവിടെ നമ്മൾ കുറേ ഫ്രണ്ട്സുകളും ഇപ്പം നമ്മൾ സാധാരണ ഇപ്പോൾ ഇപ്പോഴത്തെ കുട്ടിയില്ല. അതുകൊണ്ട് ഞാൻ നോർമലി അങ്ങ് വിട്ട് ഞാൻ വലുതായിട്ട് ഇവിടെ വേറെ കുറയുമ്പോൾ ഞാൻ അങ്ങ് വലിയ പാടോട്ട് പറയില്ല. ഇപ്പോൾ ഇവിടെ റൂട്ടെല്ലാം അങ്ങ് മാറി. ഈ സ്റ്റഫ് ഇപ്പോൾ എല്ലാ പരിപാടികളും കയ്യിലോട്ട് അങ്ങനെ ഭയങ്കര പ്രശ്നമായി. സ്കൂളിൽ പ്രശ്നമായി. ഒരു ദിവസം ഇവളോടെ പോയി എന്നെ വിളിച്ച് കരച്ചിൽ മരത്തിൽ ഞാൻ പിന്നെ അത് നിർത്തിഞ്ഞ് പോകുന്നു. വന്നപ്പം ഇപ്പം വന്ന ശേഷമാണ് കൊണ്ടുപോയി DHC സെൻറ്ററിൽ കൊണ്ട് ദിവസം ഇട്ടിരുന്നു. അപ്പം കുഴപ്പമില്ല, മാറി. പിന്നെ അവൾ എന്നെ കൂടെ പോയിരുന്ന് നോക്കി പറയിക്കൊണ്ട്. എന്നാലും ഇടയ്ക്കിടയ്ക്ക് അവൾക്ക് എപ്പോഴും സ്നേഹം കിട്ടില്ല, സ്നേഹം. പിന്നെ ഞാൻ ഈ ഇത്രയും വർഷം അവളെ ജനിച്ചു നമ്മളെ സ്നേഹിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ലേ എന്തോ. കാര്യം നമ്മളിപ്പോൾ ഇത്രയും വർഷമായിട്ട് വളർത്തി. എനിക്ക് തോന്നുന്നു അവളത് ഉപയോഗിച്ച് തുടങ്ങിയപ്പോഴുള്ളതും മാറ്റി കഴിഞ്ഞപ്പോഴുള്ളതും അവൾക്കത് ഭയങ്കരമായിട്ട് അവൾക്ക് മെൻ്റലി ഒരുപാട് ഡിപ്രഷനിൽ കൂടെ ആയിരിക്കും ആ കൊച്ചു പോകുന്നത്. കാരണം നമുക്ക് അവളെ അതിൽ നിന്ന് മാറ്റി കൊണ്ടുവരാൻ പറ്റിയത് തന്നെ നമുക്ക് എന്താ പറയുക, അങ്ങനെ പല പാരൻസിനും കഴിയാറില്ല. പലരും ഇത് പാരൻസ് ഉൾക്കൊള്ളാൻ തയ്യാറാവാതെ കുട്ടികൾ ആ രീതിയിൽ പോകുന്നുണ്ട്. പക്ഷെ നിങ്ങളത് ഉൾക്കൊണ്ടു, നിങ്ങൾ DHC സെൻറ്ററിൽ കൊണ്ടുപോയി അവളെ തിരിച്ചു കൊണ്ടുവന്നു. അപ്പോൾ ഇനി അവളുടെ മെൻ്റലി ഹെൽത്ത് കൊടുക്കേണ്ടതും നിങ്ങൾ തന്നെയാണ്. നിങ്ങൾക്കേ അത് ചെയ്യാനും പറ്റുള്ളൂ. കാരണം ഞാനിപ്പോൾ സംസാരിക്കാം, അപ്പോൾ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ അറിയാൻ പറ്റും എന്താണ് പ്രശ്നം. ലക്ഷ്മി. എന്താ പഠിച്ചത് മക്കളെ? ഞാൻ +2. +2 ഏതായിരുന്നു? സയൻസ് ആയിരുന്നു. എവിടെ, ഏത് സ്കൂള്? കൊല്ലത്താണ്. എൻ്റെ പേര് അശ്വതി എന്നാണ്. ഞാൻ തൊട്ടപ്പുറത്ത് തന്നെയാണ് താമസിക്കുന്നത്. മാറാടി എന്ന് പറയുന്ന സ്ഥലം അറിയാമോ? സ്കൂൾ ജംഗ്ഷനെ കഴിഞ്ഞ് അങ്ങ് പോകണം. സ്കൂൾ ജംഗ്ഷൻ പുറത്തൊക്കെ പോകുമ്പോൾ ഒരു സ്കൂള് കാണൂലേ? കൊല്ലത്ത് മക്കളെ ഏത് സ്കൂളിൽ പഠിച്ചത്? സെൻറ്റ് മേരീസ്. അപ്പം എനിക്ക് ആ സ്കൂളും അറിഞ്ഞൂടാ, മക്കൾക്ക് മാറാടി അറിഞ്ഞൂടാ. അപ്പോൾ പിന്നെ നമ്മൾ രണ്ടുപേരും ഈക്വലാണ്, കുഴപ്പമില്ല. എനിക്ക് അറിഞ്ഞൂടാ ഒന്നും. എനിക്കും അറിഞ്ഞൂടാ. എന്താണ് ലക്ഷ്മിക്ക് എന്താണ് പ്രശ്നം? എന്തൊക്കെ എന്തുണ്ടെങ്കിൽ മാമിയുടെ പണം കേട്ടോ. നമുക്ക് ഇഷ്ടപ്പെട്ട ആൻറ്റി ഇഷ്ടപ്പെട്ടില്ല? കൊള്ളാൻ കാണാം. നമുക്ക് രണ്ടുപേർക്കായിട്ട് കുറച്ച് സമയം സംസാരിക്കാം. എന്താ ക്ലാസ്സിന് പോകണില്ലേ? എനിക്ക് പഠിക്കണ്ട. പഠിക്കാൻ ഇഷ്ടമല്ല. പിന്നെ എന്തിനാണ് ഇഷ്ടം? എനിക്ക് ചുമ്മാ ഇരിക്കണം. ചുമ്മാ ഇരുന്നാ നമുക്ക് ലൈഫാവോ? നല്ല ലൈഫാണത്. ചുമ്മാ ഇരുന്നാലോ? ഇപ്പം വയസ്സ് എത്രയായി ലക്ഷ്മിക്ക്? എനിക്കിപ്പം 18 ആയില്ല. ഡേറ്റ് ഓഫ് ബർത്ത് ഏത് വർഷമാണ്? എനിക്ക് ഓർമ്മയില്ല. എന്നാൽ ഓർമ്മിച്ച് നോക്ക്. നമ്മൾ ജനിച്ചത് നമുക്കിവിടെ ഇത്രയും നല്ല എന്താണ് എല്ലാവരെയും കണ്ടും അങ്ങനെയൊക്കെ ഈ ലോകത്ത് ജീവിക്കാൻ പറ്റണില്ലേ? അപ്പം നമ്മളത് എപ്പോഴാണ് ഇവിടെ വന്നതെന്നുള്ളത് അറിയണ്ടേ? എനിക്കറിഞ്ഞൂടാ. അറിയില്ല? എന്തൊക്കെ അറിയാം ലക്ഷ്മിക്ക്? എനിക്കിങ്ങനെ ചുമ്മാ ഇരിക്കാം. അല്ല, പുറകിലോട്ടുള്ള വെള്ളം വേണോ ലക്ഷ്മിക്ക്? എനിക്ക് വേണ്ട. പുറകിലോട്ട് ആലോചിക്കുമ്പോഴേ നമുക്ക് എന്തൊക്കെ ഓർമ്മ വരുന്നുണ്ട്? പുക, നക്ഷത്രം, വേറെ ഇത്രേ ഉള്ളൂ. നക്ഷത്രമൊക്കെ ഇഷ്ടമുള്ള ആള് പിന്നെ നക്ഷത്രമൊക്കെ കാണാൻ പുറത്തു പോകാത്തത്? ഇല്ല, നക്ഷത്രം എന്നെ കാണാൻ വരും. ആൻറ്റിക്ക് ആര് കാണാൻ വരും? നീ എല്ലാവരെയും, നാട്ടിലുള്ള എല്ലാവരെയും കാണണം, അതാണ് എനിക്കിഷ്ടം. ഞാൻ എപ്പോഴും പുറത്തു പോകും, എല്ലാവരെയും കാണണം, എല്ലാവരോടും സംസാരിക്കണം, എല്ലാ സ്ഥലങ്ങളിലും പോകണം. ഇപ്പം ലക്ഷ്മിയെ കാണാൻ വന്നില്ലേ? ലക്ഷ്മിയുടെ അടുത്ത് സംസാരിക്കാൻ വന്നില്ലേ? ഞാൻ ലക്ഷ്മിയുടെ അടുത്ത് സംസാരിക്കുമ്പോൾ ലക്ഷ്മിക്ക് എന്ത് തോന്നണേ? സംസാരിക്കാൻ ഇഷ്ടമാണോ ഇഷ്ടമല്ലേ? ചെറിയൊരു ഇഷ്ടം വന്നു. ഇതുപോലെ നമ്മളെ ഇഷ്ടപ്പെടുന്ന എത്രയോ പേരുണ്ട്. അപ്പം നമ്മൾ അവരുടെ അടുത്തൊക്കെ പോകുമ്പോൾ അവർക്ക് നമ്മളെ ഇഷ്ടപ്പെടും, നമുക്ക് അവരെ ഇഷ്ടപ്പെടും. ഇഷ്ടമാണോ? ഇഷ്ടമല്ല. പിന്നെ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ അതിഷ്ടം. ഈ ഇഷ്ടം ഒരിഷ്ടമല്ലേ?
ഇപ്പൊ നമ്മൾ തമ്മിൽ ഇഷ്ടപ്പെട്ടു, അത് നല്ലൊരു ഇഷ്ടമല്ലേ? നമുക്ക് മനസ്സിലിങ്ങനെ സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്ന ഒരു ഇഷ്ടമല്ലേ? സൂക്ഷിക്കുവോ? സൂക്ഷിക്കണ്ടേ? അപ്പൊ ഇതുപോലെ നമുക്ക് അല്ലെങ്കിൽ പുക മണ്ടേ കയറും. പുക എവിടുന്നാ വരണേ? ഫൂ ആക്കുമ്പോ പുക വരും. അങ്ങനെ വരും. എനിക്ക് വരണില്ല. ലക്ഷ്മി വരും ഫൂ. പക്ഷെ വന്നില്ല. വന്നില്ല. ഞാൻ കണ്ടില്ല. നോക്ക് വന്ന്. ഒന്നൂടെ ഇപ്പൊ ചെറുതായിട്ട് വന്ന്. ലക്ഷ്മി നല്ല സാധാരണ കുട്ടികളെ പോലെ നടന്നുകൊണ്ടിരുന്ന ആളല്ലേ? പെട്ടെന്ന് ഇങ്ങനെ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കണം എന്നൊക്കെ തോന്നിയത് എപ്പോഴും മുതലാണ്? എനിക്ക് എൻ്റെ കൂട്ടുകാരെല്ലാരും ഒറ്റയ്ക്ക് ഇരിക്കും. നമ്മള് വലിയൊരു റൂമ്, വലിയൊരു പിന്നെ വിളിക്കാൻ പറ. നമ്മള് വലിയൊരു റൂമില് വലിയ അച്ഛരിക്കട്ടെന്ന് പറഞ്ഞില്ലേ? ലക്ഷ്മി എന്നല്ലേ പറഞ്ഞേ? വലിയ റൂമില് നമ്മളെല്ലാരും ഇങ്ങനെ ഇരിക്കും. ഈ റൂം എവിടെ? കൊല്ലത്താണോ? സ്കൂളിലാണോ റൂം? അത് ഇവിടെ അല്ല, കൊല്ലത്ത് സ്കൂളിന്റെ അടുത്താണോ? അങ്ങനെ നമ്മളിങ്ങനെ ഇരിക്കും. ആരൊക്കെ വരും അപ്പൊ ഇരിക്കാനായിട്ട്? കൂടെ കൂട്ടുകാരെല്ലാരും. ആരൊക്കെ? കൂട്ടുകാരെല്ലാരും. ഹലോ ചേച്ചി, പിന്നെ വിളിക്കാൻ പറയൂ. എന്തേ? ചേച്ചി ഞാൻ ഒന്ന് വിളിച്ച് പറയാൻ റിട്ടേൺ ചെയ്യാം. ശരി. കൂട്ടുകാരില് ലക്ഷ്മി. പിന്നെ നമ്മളെല്ലാരും ഒരുമിച്ചിരുന്ന് ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കും ഓരോരുത്തരും. ഓരോന്ന് മറുപടി പറഞ്ഞോളൂ. വേദനിച്ച് ഈ കിളവ വിളിക്കരുത് പറഞ്ഞിട്ടേ. അച്ചാച്ചനല്ലേ അവന് പറയല്ലേ? അല്ല കാലേ. എന്നെ ഈ കാലത്തിനാണ് ചീത്ത വിളിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ എല്ലാരും ഒറ്റയ്ക്ക് ഇരിക്കും. അതാണ് എനിക്കിഷ്ടം. ഇരുന്നിട്ട് വെറുതെ എന്ത് ചെയ്യും? ഞങ്ങള് ഇരുന്ന് പുകയൊക്കെ നോക്കി. അത് ഞങ്ങൾക്ക് കിട്ടും. എവിടുന്ന് കിട്ടും? പിന്നെ വിളിക്കാം. ഈ ഒരു കോളം കൂടെ വിളിച്ചോട്ടെ. ലാസ്റ്റ് പ്രോമിസ്. പറഞ്ഞോ കേൾക്കാം. ഇല്ല പറയൂല, ഫോൺ വെച്ചിട്ട് പറയും. ആന്റീനെ ഇഷ്ടപ്പെടാൻ കാര്യം എന്ത്? ആന്റി സുന്ദരി. ഞാൻ ഇന്നല്ലേ വന്നുള്ളൂ. സുന്ദരി ആയതുകൊണ്ടാണോ? സൗന്ദര്യം അല്ല ഇഷ്ടം. ഞാനിപ്പം ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ എന്റെ കൂടെ വന്ന് ഞാൻ കൊണ്ടുപോയിട്ട് കണ്ണൊക്കെ ചൂഴ്ന്നെടുത്ത് വല്ല ഭിക്ഷയ്ക്കൊക്കെ കൊണ്ടിരുത്തിയ ആന്റി പാവം. അതെങ്ങനെ അറിയാം? ഞാൻ പാവമൊന്നുമല്ല. ഞാൻ പാവം. അടി കൊടുക്കും, പാവം. അടിക്കും, പാവം. ശരി എന്നാ ഓക്കെ പാവം. നീ വീട്ടിൽ വന്ന് നിൽക്കുന്ന ആൾക്കാരുടെ അടുത്ത് ഇങ്ങനെ വയലന്റ് നീ സംസാരിച്ച് അങ്ങ് വയലന്റ് ആവേണം. ഇതാണ് നിന്റെ പ്രശ്നം. പോയിട്ട് നാളെ വരട്ടാ. ആന്റി പോണ്ട. എനിക്ക് പോണം. ഇല്ല പോണ്ട. അവര് തിരക്കുള്ള ആളാണ്. പോയിട്ട് ഞാൻ പോയിട്ട് നാളെ വരാം. മക്കളെ ഈ മക്കളെ കാര്യം മാമി എല്ലാ കാര്യം മാമിയുടെ എല്ലാ കാര്യം പറ. നമ്മൾ പറഞ്ഞ എല്ലാ കാര്യവും പറ. അച്ഛൻ മാറത്തെ ആയിരിക്കും പ്രശ്നം. ഇനി വല്ലതും പറയണ്ടെങ്കിൽ അച്ഛൻ നിങ്ങളെ മരുന്ന് കഴിച്ചു. മഞ്ഞ ഗുളികയല്ലേ? മഞ്ഞ പച്ച ഗുളിക എടുത്ത് കഴിക്കാനുള്ളത്. അയ്യോ മഞ്ഞ ഇഷ്ടപ്പെട്ട ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ടല്ലേ അവരുടെ അടുത്ത് ഞാൻ പറയാം അടിക്കണ്ടെന്ന്. ഇല്ല അവരടിക്കും. ആന്റി പോയാ അടിക്കും. ആന്റി പോണ്ട. ആന്റിക്ക് പോണം മക്കളെ. പോയിട്ട് വരാം. ആന്റി പറഞ്ഞിട്ട് പോവാം. വേണ്ട ആന്റി പോണ്ട. ശരി എങ്കിൽ പോണ്ട. ആന്റി എനിക്കൊരു സാധനം തരുമോ? എന്തോന്നു? എനിക്ക് ബീഡി ഞാൻ ഉപയോഗിക്കാറില്ല. എനിക്ക് എങ്ങനെയെങ്കിലും ഒരെണ്ണം ഒപ്പിച്ച് തരുമോ? ആരെയെന്ന് വാങ്ങി തരണം? ആരെയെന്നെങ്കിലും വാങ്ങിച്ചു താ. നമ്പർ ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ച് ചോദിക്കാം. നമ്പർ എനിക്ക് ഓർമ്മയില്ല. എങ്ങനെയെങ്കിലും ഒപ്പിച്ച് താ. വിളിച്ച് ചോദിക്കാം. ഒരെണ്ണം ഒപ്പിച്ച് താ. ഒപ്പിച്ച് തരാം. ഉറപ്പാണോ? ഇപ്പൊ പറ്റൂല. എനിക്ക് അറിഞ്ഞൂടല്ലോ ആരെയും. ഇനി കൊല്ലത്ത് പോയി അന്വേഷിക്കണം. ഇല്ല ഇപ്പം വേണം എനിക്ക്. അതേനെ ഞാൻ കൊല്ലത്ത് പോയി അന്വേഷിച്ചിട്ട്. ഇല്ല എനിക്ക് ഇപ്പം വേണം. ആരെയെന്ന് വാങ്ങാൻ ഞാൻ ആരെയെന്നെങ്കിലും വാങ്ങിച്ച് എനിക്ക് തരണം. ഇപ്പൊ തരണം. എനിക്ക് ഇപ്പൊ വേണം. ഞാൻ ഉപയോഗിക്കാത്തോണ്ട് എനിക്ക് അറിഞ്ഞൂടാ ആരുടെന്ന്. എപ്പോഴും ഫോണിൽ സംസാരിച്ചോണ്ട് പിന്നെ ആന്റി നാളെ വരാം. ആന്റി പോണ്ട. ആന്റി പോണ്ട. ആന്റി പോണ്ട. ആന്റി പോണ്ട. ആന്റി പോണ്ട.
അവര് വലിയൊരാളല്ലേ, അവര് നിന്റെ ഒരു കാര്യത്തിന് ആന്റി വേണ്ടിട്ടല്ലേ പോണില്ല. ആന്റി പോണോ? ആന്റിക്ക് പോണം, ആന്റിയുടെ വീട്ടിൽ ഇല്ല ആന്റി പോണ ഇല്ല. അയ്യോ അങ്ങനെ പറയരുത്. വേണ്ട വേണ്ട വേണ്ട, ഞാനും വരും. അയ്യോ പ്രശ്നമായി പറയില്ല. നമുക്ക് ഇവിടെ ഇരുന്ന് കളിച്ചിട്ടൊക്കെ പോവാം. ഞാൻ അപ്പോഴേ പറഞ്ഞു എല്ലാം പറഞ്ഞു കൊണ്ടുവന്നേ പണ്ടുണ്ട്. ഈ വയലന്റ് ആയ ഇപ്പൊ ആന്റി കൂട്ട് കിട്ടിയല്ലോ. ആന്റിക്ക് വേണോന്ന് പറഞ്ഞല്ലോ. എന്തോന്ന്? മറ്റത് പുക പുക ആന്റിക്ക് വേണോന്ന് പറഞ്ഞ ആ എന്തോന്ന് ആന്റി തരാന്ന് പറഞ്ഞ് തരാന്ന് പറഞ്ഞ ഇല്ലേ? എന്തെന്നത് ആന്റി വേണോ? എന്തോന്നടി പറയുന്ന? ആന്റി വേണോന്ന് പറഞ്ഞു അമ്മ. എവിടെന്നാണ് കിട്ടണേന്ന് ചോദിച്ചാൽ ഇല്ല ആന്റി ആ കിട്ടുകയാണെങ്കിൽ വേണം. കണ്ടോ വേണം. പക്ഷെ ഫോൺ നമ്പർ അറിഞ്ഞൂടല്ലോ, എങ്ങനെ വിളിച്ചു ചോദിക്കാം? എന്ത് മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞ മേഡം? ഓ എവിടുന്ന് വാങ്ങും? ആന്റി മേടിച്ചു തരാന്ന് പറഞ്ഞു. എനിക്ക് അറിയാമെങ്കിലല്ലേ വാങ്ങിച്ചു തരാൻ പറ്റും. ഇല്ല ആന്റിക്കും വേണം, നമുക്ക് വാങ്ങിച്ചു തരാന്ന് പറഞ്ഞ്. ഇതിപ്പോ ആന്റി അല്ലേ എന്റെ അടുത്ത് പറഞ്ഞത്? ഇവര് കൊച്ചിനെ വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞു. മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞു. എന്നിപ്പോ ആന്റി പറഞ്ഞു. മറ്റേ ആളെ വിളിച്ചോണ്ട് വന്നത്. സംസാരിച്ചപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞത് എന്തിനാ പറഞ്ഞേ? എന്തോന്ന് വേണം? ആന്റി വാങ്ങിച്ചു എന്തോന്ന് വാങ്ങിച്ചു തരാന്ന് പറഞ്ഞേ? പുക നിങ്ങൾ എന്തോന്ന് കാണിക്കണേ? തന്നെ അല്ല പറഞ്ഞേ. ആരാ വിളിച്ചോണ്ട് വന്നത്? നമ്മൾ അനിയന്റെ ഏർപ്പാടിൽ വന്നത്. ചേച്ചി നിങ്ങൾ അങ്ങനെ ഞാൻ എന്ത് പറഞ്ഞാണ് നിങ്ങളുടെ പോയത്? നിങ്ങൾ പറഞ്ഞത് മനസ്സിലാക്കാൻ നിങ്ങൾ പോകുന്നത്. പറഞ്ഞു. ചേട്ടാ ആന്റി ഇവിടെ ഇരി ആന്റി ഇവിടെ. ചേട്ടാ ഞാൻ സംസാരിച്ചത് ആന്റി എന്റെ അടുത്ത് ഞാൻ സംസാരിച്ചേ. അവിടെ ഇത്ര ഇതാലും കള്ളം പറയില്ല. അതാണ് ഞാൻ അങ്ങനെ ആലോചിക്കുന്നത്. ഒരു കള്ളം പറയില്ല അവള്. അങ്ങനെ അല്ല ചേട്ടാ, ചേട്ടനും കൂടെ ഇരിക്കുകയല്ല ഞാൻ ഇവിടെ സംസാരിച്ചത്. ആരാ വിളിച്ചോണ്ട് വന്നത്? അതുകൊണ്ടാണ് നിനക്കത് ഇഷ്ടപ്പെട്ടെന്ന് പറയുന്നല്ലേ? അങ്ങനെ അല്ല, ഇത് എപ്പോഴേ പറഞ്ഞേ? ഇവിടെ ഇരുന്നപ്പോഴത്തേക്ക് ഞാൻ ഇവിടെ ഇരുന്ന് നേരത്തെ പറഞ്ഞല്ലോ. ഞാൻ എപ്പോഴേ പറഞ്ഞേ? നേരത്തെ പറഞ്ഞ്. സത്യമാണ്. അല്ല അടിക്കും ഞാൻ. അല്ലെങ്കിൽ നമുക്ക് ആരെങ്കിലും കണ്ട ആ സെക്കൻഡ് ഇവള് വയലന്റ് ആവുന്നോളാണ്. ഇത്രയും സ്നേഹത്തിൽ ഇരുന്നപ്പോഴേ എനിക്കൊരു ഡൗട്ട് തോന്നി. പറയടി അങ്ങോട്ട്. അടിക്കും ഞാൻ. ഞങ്ങളെ അടിക്കാതിരിക്കണം. ചേച്ചി ഞാൻ ആ കൊച്ചിന്റെ എന്താണ് ബുദ്ധിമുട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിട്ട്. ഈ ബുദ്ധിമുട്ട് നികത്തി കൊടുക്കാനാണോ? ചേച്ചി ഈ ബുദ്ധിമുട്ട് പ്രശ്നമാണെങ്കിൽ നമ്മൾ നേരത്തെ വാങ്ങിച്ചു കൊടുത്തതല്ല. ചേച്ചി ഞാൻ ഇത് ഒഴിവാക്കണമെന്നല്ല ഉദ്ദേശിച്ചത്. നിങ്ങൾ വിളിച്ച് പറഞ്ഞത് 4 മാസം ആശുപത്രിയിൽ തന്നെ കൊണ്ടുവന്നേണ്. തരപ്പെടുത്തി എങ്ങനെ ഒരുവിധം കൊണ്ടുവന്നപ്പോഴേക്കും അതിനെ ഇതായിട്ട് കൊണ്ട് കളയാണ് വീണ്ടും. മക്കളെ ഞാൻ വീണ്ടും ചോദിക്കണം. അച്ഛൻ പറഞ്ഞ സത്യം പറ മക്കളെ. അച്ഛൻ്റെ സത്യം പറ മക്കളെ. കള്ളമല്ലെന്ന് അറിയാം. മാമി അങ്ങനെ പറഞ്ഞാ? അവർക്ക് ബിസിനസ് ഉണ്ടെന്ന്. നമ്മളെ കൂടെ കുരുക്കാനാണോ? ഇവർക്ക് ബിസിനസ് ഉണ്ട്. ചേച്ചി ഞാൻ പഞ്ചായത്ത് മെമ്പറാണ്. അതുകൊണ്ട് ഇതൊന്നായിക്കൊടുന്ന ഞാൻ അങ്ങനെ ആ ഒരു വിഷയത്തിലല്ല സംസാരിച്ചേ. ഇതിപ്പോ വന്ന് എനിക്ക് ബുദ്ധിമുട്ടായല്ലോ. എനിക്ക് മനസ്സിലാവുന്നില്ല. അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് അദ്ദേഹത്തിനെ വിളിക്കണം. ആരാ ഇത്? അങ്ങനെയൊന്നും ചെയ്യുന്ന ആളല്ല. ചേട്ടനെ അറിഞ്ഞൂടെ എനിക്കും? എനിക്ക് അദ്ദേഹത്തിന് അറിഞ്ഞൂടും കൂടെ ചേട്ടാ. എന്തോ നിങ്ങൾ മോളെ പ്രായമല്ലേ ഉള്ളൂ. ചേട്ടാ ഞാൻ പ്രശ്നമായിരിക്കും. നമ്മളൊരു ഉദ്ദേശത്തിലല്ല ഞാൻ ഇവിടെ കണ്ണിറങ്ങാൻ എന്റെ ഒരു മക്കളെ പെമ്പിളെ വളർത്തുന്ന അവസ്ഥ അറിയാലോ. അവൻ ഉയരഞ്ഞാണ് ഇരിക്കണത്. അവന്റെ പിള്ള ഇങ്ങനെ ആയത്. ഞാൻ ആ ഒരു ഉദ്ദേശത്തിലല്ല സംസാരിച്ചേ. വളരെ മോശമായി പോയേട്ടാ. എന്തോ ചേട്ടാ ഇതിപ്പം നിങ്ങൾക്കൊരു നിനക്ക് ഇത് ആളെ തരാതിന്റെ വീടിനകത്ത് വലിച്ചേറ്റാളത്തിനാ പറഞ്ഞോണ്ട് പലപ്പോഴും നമ്മളെ ചേട്ടൻ വിളിച്ചിട്ട് കൊണ്ടുവന്നതല്ലേ? യാത് ചേട്ടായി അനിയോടെ പറഞ്ഞു. അനിക്ക് ഇത്ര വിവരമില്ലേ? അവന് കൊടുക്കേണ്ട. ചേട്ടാ എന്റെ അടുത്ത് വേറെ വിഷയങ്ങളൊന്നും സംസാരിച്ചില്ല. എന്നാണ് പറഞ്ഞത്. ഇതിപ്പോ എനിക്ക് ബുദ്ധിമുട്ടായി. ആന്റി തരാന്ന് ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ലേ? ഞാൻ നിങ്ങൾക്ക് എന്ത് ദ്രോഹം ചെയ്ത? ഞാൻ ആ കൊച്ചിനെ ചേച്ചി നിങ്ങളുടെ എന്റെ കൊച്ചിന് സെന്ററിൽ കൊണ്ടുപോയിട്ട് ഞാൻ വീട്ടിൽ കൊണ്ടിട്ടേക്കാ. അപ്പൊ നിങ്ങൾ വീണ്ടും സാധനം കൊടുക്കാൻ ചുരോഗമല്ലേ? പറഞ്ഞത് ആ മക്കള് ആന്റി എന്റെ അടുത്ത് പറഞ്ഞില്ലേ തരാൻ? ഇനി തന്നിട്ട് പോയാ മതി. പോയാ മതി. തന്നിട്ട് കൊടുത്തിട്ട് പോയി. തന്നിട്ട് പോയാ അവനെ മതി. ചേച്ചി ഇല്ല നിങ്ങൾ സംസാരിച്ച ഞാൻ സത്യം പറഞ്ഞ എന്റെ വീട്ടിൽ കൊച്ചുകുട്ടിയല്ലേ പിള്ളേരുള്ള കൊച്ചാണ്. നിങ്ങളൊക്കെ കാണിക്കോ? കുട്ടിയുടെ ഒരു വിഷയത്തിൽ അപ്പൊ നിങ്ങളിത് കാണിക്കാമോ? നിങ്ങളിത് കാണിച്ചാൽ ശരിയാണോ? അതിപ്പം അതെ നിങ്ങൾ പറഞ്ഞത് ഞാൻ ഒരു കാര്യം
എനിക്ക് പിടിക്കാതെ നിങ്ങളൊരു സ്ത്രീയല്ലേ? എന്റെ കൂടെ ഇരുന്ന് സംസാരിച്ച് ഞാൻ എന്റെ കൊച്ചിന് മേടിച്ചു കൊടുക്കാൻ സപ്പോർട്ട് ചെയ്യണം. പിന്നെ എങ്ങനെയാ മനസ്സിലാക്കിയിട്ട് തെറ്റായിരിക്കും. എന്റെ ദ്രോഹിക്കാൻ വന്നതാണ് നിങ്ങൾ, ദ്രോഹിക്കാൻ കേട്ടാ. ആലോചന പോലും കൂടാ. ഇതിനൊരു തീരുമാനമാക്കിയിട്ട് നിങ്ങൾ ഹസ്ബൻഡിനെ വിളിക്കുക, ഹസ്ബൻഡ് കൂടെ പോവുകയും ചെയ്തു. ആരും വിളിക്കണ്ട, വിളിച്ചതാക്കല്ലേ. ഇനി അടിച്ച് പൊട്ടിക്കും ഞാൻ. ഞാൻ അടിച്ച് പൊട്ടിക്കും ഫോണ്. അവള് വയലന്റായ ഇനി അറിഞ്ഞൂടാ. ഞാൻ അടിച്ച് പൊട്ടിക്കും. ഞാൻ പൊട്ടിക്കും. പൊട്ടിക്കും. എടേ നീ അവരെ ഫോണെങ്കിലും വാങ്ങിച്ചില്ലേ? വിളിച്ചൊന്ന് പറ. എന്റെ ഫോണോട് ഫോൺ പൊട്ടിക്കും. എന്റെ ഫോണോട് അങ്ങ് എന്താ ഈ ഇച്ചു പോകുന്ന കൊച്ചിനെ കൊണ്ട് നിങ്ങൾ അവർക്ക് വീട്ടിൽ കൊണ്ട് സാധനം കൊടുക്കാൻ തോന്നിയാൽ നിങ്ങൾ ഉപദേശിക്കാൻ പറഞ്ഞത്. നിങ്ങൾ അവിടെ പറയട്ടെ, പറഞ്ഞു എന്ത് കൊണ്ടു കൊടുക്കായി? അവളല്ലേ പറഞ്ഞു നിങ്ങൾ കൊണ്ടു കൊടുക്കാൻ. ആ കൊച്ചു തെറ്റിദ്ധരിച്ചേണ്ടി ഞാൻ എന്ത് കൊണ്ടു കൊടുക്കായി? മോളെ, എനിക്കല്ലെങ്കിൽ നല്ല സുഖമില്ലേ? മോൾ എന്തിനാണ് ഇവിടെ വന്നത്? എന്നെ ഇങ്ങനെ ഒരാള് വിളിച്ചിട്ട് പറഞ്ഞു ഇവിടെ വരണ ഒരു കുട്ടിക്ക് കുട്ടിയുടെ അടുത്ത് ഒന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞു. എന്ത് സംസാരിക്കണമെന്ന് വേറൊന്നും പറഞ്ഞില്ല. വയ്യാത്ത കുട്ടിയാണെന്ന് പറഞ്ഞു. തിരിച്ചിവിടെ വന്നിരുന്നപ്പോ ചേച്ചി എന്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെയാണ് കുട്ടിയുടെ പ്രശ്നം, നമ്മള് കൗൺസിലിങ്ങിനെ കൊണ്ടുവന്നതാണ്, അതുകൊണ്ട് അവളുടെ അടുത്ത് അതെന്താണെന്ന് സംസാരിക്കണമെന്ന്. അപ്പൊ ഞങ്ങൾ ഇവിടെ ഇരുന്ന് സംസാരിച്ചോണ്ടിരുന്നു. എന്നിട്ട് ഇവര് രണ്ടുപേരും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കുട്ടി ഇങ്ങനെ ഉപയോഗിക്കണ സാധനം പറഞ്ഞപ്പോ അണ്ണൻ തന്നെയാണ് ഇവിടെ ഇരുന്നോണ്ട് പറഞ്ഞത് അവൾ അങ്ങനത്തെ കാര്യങ്ങൾ ഉപയോഗിക്കാറുണ്ട് എന്നിട്ട് അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് അദ്ദേഹം തന്നെ ഇവിടെ ഇരുന്ന് കരഞ്ഞു. അദ്ദേഹം കരഞ്ഞതെന്ന് വെച്ചാ ഈ കുട്ടി സംസാരിച്ചപ്പോഴത്തേക്ക് അച്ഛനെ അമ്മയെ ഇഷ്ടമില്ല, അപ്പൂപ്പനെ മാത്രം ഇഷ്ടമുള്ളൂ അങ്ങനെ കരഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇരുന്നപ്പോഴത്തേക്കാണ് ഈ കൊച്ച് ഞാൻ പറഞ്ഞത് ശരി ആന്റി പോയിട്ട് വരാന്ന് പറഞ്ഞപ്പോ പോണ്ട ഇവിടെ ഇരിക്കാൻ പറഞ്ഞു. ഇതിന്റെ ഇടയിൽ ഇവര് മാറിയ സമയത്ത് നിങ്ങൾ എന്തിനാ ദ്രോഹ ചിന്തയോടെ നിങ്ങൾ പറഞ്ഞു? അങ്ങനെ പറഞ്ഞില്ല ആങ്കളെ. എന്റെ അടുത്ത് ചോദിക്കണം ആന്റി ഇങ്ങനെ ഉപയോഗിച്ച ആന്റിക്ക് നല്ലതാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു ഇത് ആരാണ് കൊണ്ടു തരണേന്ന് ചോദിച്ചു. മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞോ? ഞാൻ എങ്ങനെ കൊടുക്കാൻ ഈ കുട്ടിയുടെ അടുത്ത് പറയും ചേച്ചി. ഞാൻ ഇതുവഴി ഇങ്ങനെ പോയപ്പം ഇതുവഴി പോയപ്പോ മോള് പറയുന്നതായിട്ട് എനിക്കും വാങ്ങിക്കണം, എവിടെ കിട്ടും ആദ്യം ചോദിച്ചു. കാതിൽ എന്തോ പറഞ്ഞായിട്ട് ഓക്കെ അത് പറയുന്നത് എന്റെ കാതില് പറഞ്ഞില്ല ഞാൻ പറഞ്ഞില്ല, അവൾ ഇന്ന് വരെ കള്ളം പറഞ്ഞിട്ടില്ല. എന്റെ കാതിൽ ഞാൻ എന്തെങ്കിലും കാതില് പറഞ്ഞാ വേണമെന്ന് പറഞ്ഞു. ആന്റിക്ക് വേണം പറഞ്ഞാ മാറ്റി തരാന്ന് പറഞ്ഞാ രണ്ടും പറഞ്ഞു. ഞാൻ എവിടുന്ന് വാങ്ങിച്ചു കൊടുക്കാങ്ങളെ? വാങ്ങിച്ചു കൊടുക്കാൻ വല്ലാത്ത ചതിയായി പോയിട്ടാ. അല്ല ഇതിന് നിയമപരമായ കാര്യങ്ങളുണ്ടല്ലോ. ഞാൻ വിളിക്കാം. എനിക്കറിയാം ഈ പെൺകുട്ടി എത്ര വളർത്തി എന്റെ കൊച്ചിനെ ഒരുവിധം റെഡിയായി വന്നതാണ്. അത് നിങ്ങൾ ചേച്ചി സംസാരിക്കണേ. നിങ്ങളത് എന്നെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടി അവളിവിടെ പറഞ്ഞില്ലേ? അങ്ങനെ പറഞ്ഞിട്ടില്ല ചേട്ടാ. ചേച്ചി ഇവിടെ ഇരുന്നില്ലേ? ആ ചേച്ചി പോയിട്ട് പോയപ്പോ അങ്ങോട്ട് എനിക്ക് മാറിയ സമയത്ത് സംസാരിച്ചതിന് എന്ത് പറഞ്ഞത്? സംസാരിച്ച കാര്യം നീ തന്നെ പറഞ്ഞു. നീ കള്ളത്തരം പറഞ്ഞു. നീ അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടൈമാണ് കള്ളത്തരം പറയുന്നത്. അവള് പറയണ്ടേ ഇനി ഞങ്ങളത് പോലെ പിടിച്ചാൽ കിട്ടില്ല. അത് ഞങ്ങളെ പിടിച്ചാൽ കിട്ടൂല. മോളെ വയലിലാണ്, ഇനി അങ്ങോട്ട് പോയത്. ഗുളിക കഴിച്ചാ ഇനി നമ്മളെ കയ്യിൽ നിൽക്കൂല, നമ്മളെ കയ്യിൽ നിൽക്കൂല. അതെന്താണ് നിങ്ങളൊരു സ്ത്രീയല്ലേ ചേച്ചി? എന്റെ ഫോണ് തരോ നോക്കിയാണ്. ഹലോ അത് ഗുളി എടുത്തോളൂ. ഗുളി വന്നാ ഗുളി വന്നാ പ്രോഗ്രാമാണ്.
ഇത് സംഗതി എന്ന് പറഞ്ഞത് നമ്മുടെ മദ്യത്തിന് മയക്കുമരുന്നുള്ള ക്യാമ്പയിൻ സംസ്ഥാനത്ത് നടക്കുന്നു. ഇതെനിക്ക് ഇടയ്ക്കൊരു ഇത് തോന്നി. പക്ഷെ ചേച്ചിയുടെ നിങ്ങളുടെ ആ ഒരു അദ്ദേഹം മാസ്ക് വെച്ചിരുന്നപ്പോഴത്തേക്ക് എനിക്ക് അതിന്റെ ഒരു ഡൗട്ട് തോന്നി. പിന്നെയും ഞാൻ വിചാരിച്ചു അങ്ങനെ ആയിരിക്കത്തില്ല. ശരിക്കും ഈ കുഞ്ഞിന് ഈ പ്രശ്നം ഉണ്ടാവും. പക്ഷെ അത് വളരെ മാന്യമായിട്ട് പറയാം. ഓരോ കാര്യം പറഞ്ഞു മനസ്സിലാക്കി കൃത്യമായിട്ട് നിങ്ങൾ ഒരു അതാണ് ഒരു ജനപ്രതി എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഇരിക്കണം. പ്രത്യേകിച്ച് അത് വളരെ അഭിമാനത്തോട് പറയുന്നു. നല്ല ജനപ്രതിയായത് ഇങ്ങനെ ഇരിക്കണം. എല്ലാം കൃത്യമായിട്ടല്ലേ പറഞ്ഞു കൊടുത്തത് എല്ലാ കാര്യങ്ങളും. അതെ, പോയിന്റ് ബൈ ആയിട്ടാ പറഞ്ഞത്. അതൊരു വാർഡ് മെമ്പറിന് മുകളിൽ ഒരു അമ്മ എന്നുള്ള രീതിയിൽ എല്ലാ രീതിയിലാണ് സംസാരിച്ചത്. അനുഭവ സമ്പത്താണ്. മെൻസ് വേൾഡ് ബാലരാമപുരം ആൻഡ് നെയ്യാറ്റിങ്ങനെ നൽകുന്ന സമ്മാനം, ഡീപൂൾ കാർ ആൻഡ് ബൈക്ക് വാഷ് നൽകുന്ന സമ്മാനം.